السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയ സഹോദരങ്ങളെ, സൂറത്തുൽ അറാഫ് 100 മുതലുള്ള വചനങ്ങളിലേക്ക്. സൃഷ്ടാവും സർവശക്തനുമായ അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചത്തിൽ എത്രയോ സമൂഹങ്ങൾ കടന്നുപോയി. സകലതിൻ്റെയും സർവ്വതിൻ്റെയും സൃഷ്ടാവും സംരക്ഷകനും അള്ളാഹുവാണെന്നും നന്മ പ്രവർത്തിക്കണമെന്നും നല്ലതല്ലാത്തവകൾ വെടിയണമെന്നും മനുഷ്യന് ജന്മനാ ഒരു ബോധമുണ്ട്. ഈ ബോധത്തെ തട്ടി ഉണർത്തുവാനും മനുഷ്യനെ നന്മയുടെ മാർഗത്തിൽ വഴി നടത്തുവാനുമായി കാലാകാലങ്ങളിൽ അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു കൊണ്ടിരുന്നു. അതിൽ ചിലത് മാത്രം നമുക്ക് മുന്നിൽ വിവരിച്ചു തന്നു അള്ളാഹു കഴിഞ്ഞ വചനങ്ങളിൽ. ഓരോ പ്രവാചകന്മാരോടും ആ സമൂഹം സ്വീകരിച്ച ധിക്കാരത്തിൻ്റെയും നിഷേധത്തിൻ്റെയും നിലപാടുകൾ അവരെ കൊണ്ടുചെന്നെത്തിച്ചത് കൊടിയ പതനത്തിലേക്കായിരുന്നു. ഭൂമിയുടെ അനന്തരാവകാശം ഏറ്റെടുത്തവർ, അതായത് പിന്നീട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നവർ ഇതിൽ നിന്ന് എന്തുകൊണ്ട് പാഠം ഉൾക്കൊള്ളുന്നില്ല എന്ന് അള്ളാഹു ചോദിക്കുന്നു. ഇവിടെ ഭൂമിയുടെ അനന്തരാവകാശം എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയിലെ മുശ്രിക്കുകളെയാണ്. കഴിഞ്ഞുപോയ സമൂഹങ്ങൾ അവരെക്കാൾ എത്രയോ ശക്തരായിരുന്നു. അവരുടെ നിഷേധ നിലപാടുകൾ കാരണം അവർക്ക് നേരിടേണ്ടി വന്ന ശിക്ഷകൾ നിങ്ങളിലും സംഭവിച്ചേക്കുമോ എന്ന് എന്തുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുന്നില്ല? അള്ളാഹുവിന് അത് അസാധ്യമല്ലതാനും. സൂറത്തുൽ അറാഫ് 100 മുതലുള്ള വചനങ്ങൾ ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലം യഹ്ദി ലില്ലദീന യരിസൂനൽ അർള മിൻ ബഅദി അഹ്ലിഹാ അല്ലൗ നശാഉ അസ്ബനാഹും ബിദുനൂബിഹിം വനത്ബഉ അലാ ഖുലൂബിഹിം ഫഹും ലാ യസ്മഊൻ. പഴയ അവകാശികൾക്ക് ശേഷം ഭൂമിയുടെ അനന്തരാവകാശികളായി തീരുന്നവർക്ക് നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരുടെ കുറ്റകൃത്യങ്ങളുടെ ഫലമായി നാം ശിക്ഷ ഏൽപ്പിക്കുന്നതാണ് എന്ന ബോധം അവരെ നേർവഴിക്ക് നയിക്കുന്നില്ലേ? നാം അവരുടെ ഹൃദയങ്ങളിൽ മുദ്ര വയ്ക്കുകയും ചെയ്യും. അപ്പോൾ അവർ യാതൊന്നും കേട്ട് മനസ്സിലാക്കാത്തവരായിത്തീരും. തിൽക്കൽ ഖുറാന ഖുസ്സു അലൈക മിൻ അംബാഇഹാ വലഖദ് ജാഅതുഹും റുസുലുഹും ബിൽ ബയ്യിനാതി ഫമാ കാനൂ ലിയുഅ്മിനൂ ബിമാ കദ്ദബൂ മിൻ ഖബ്ൽ കദാലിക യത്ബഉ അല്ലാഹു അലാ ഖുലൂബിൽ കാഫിരീൻ. ആ നാടുകളുടെ വൃത്താന്തങ്ങളിൽ ചിലത് നാം താങ്കൾക്ക് വിവരിച്ചു തരികയാണ്. അവരിലേക്ക് അയക്കപ്പെട്ട ദൂതന്മാർ വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ അടുത്ത് ചെല്ലുകയുണ്ടായി. എന്നിട്ടും മുമ്പ് അവർ നിഷേധിച്ച് തള്ളിയിരുന്നതിൽ അവർ വിശ്വസിക്കുകയുണ്ടായില്ല. സത്യനിഷേധികളുടെ ഹൃദയങ്ങളിൽ മേൽ അപ്രകാരം അല്ലാഹു മുദ്രവെക്കും. വമാ വജദ്നാ ലിഅക്സരിഹിം മിൻ അഹദ് വഇൻ വജദ്നാ അക്സറഹും ലഫാസിഖീൻ. അവരിൽ അധിക പേർക്കും കരാർ പാലിക്കുന്ന സ്വഭാവം നാം കണ്ടില്ല. തീർച്ചയായും അവരിൽ അധിക പേരെയും ധിക്കാരികളായി തന്നെയാണ് നാം കണ്ടെത്തിയത്. മുദ്രവെക്കുക എന്നത് മുമ്പ് നാം വിവരിച്ചിട്ടുള്ളതാണ്. അസത്യത്തിൽ അടിയുറച്ചു പോയതിനാൽ സത്യം ഗ്രഹിക്കാൻ കഴിയാത്ത വിധം ഹൃദയങ്ങൾ അന്ധമായി പോവുകയാണെന്ന് സാരം. കരാർ എന്നത് ആത്മാക്കളുടെ ലോകത്ത് വെച്ച് മുഴുവൻ മനുഷ്യരും ചെയ്ത പ്രതിജ്ഞയാണ്. അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല എന്ന് പ്രതിജ്ഞ നൽകിയിരുന്നു. അള്ളാഹുവെ അനുസരിച്ചു കൊള്ളാം എന്നും കരാർ നൽകിയിരുന്നു. മനുഷ്യർ അന്യോന്യം നൽകുന്ന കരാറുകളും പാലിക്കേണ്ടത് ഒരു സത്യവിശ്വാസിയുടെ കടമയാണ്.
ثم بعثنا من بعدهم موسى بآياتنا إلى فرعون وملئه فظلموا بها فانظر كيف كان عاقبة المفسدين. പിന്നീട് അവരുടെയൊക്കെ ശേഷം മൂസയെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി ഫിർഔന്റെയും അവന്റെ പ്രമാണിമാരുടെയും അടുക്കലേക്ക് നാം നിയോഗിച്ചു. എന്നാൽ അവർ ആ ദൃഷ്ടാന്തങ്ങളോട് അന്യായം കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നോക്കൂ ആ നാശകാരികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന്. വഖാല മൂസാ യാ ഫിർഔനു ഇന്നി റസൂലും മിർ റബ്ബിൽ ആലമീൻ. മൂസ പറഞ്ഞു, ഫിർഔനെ, തീർച്ചയായും ഞാൻ ലോകരക്ഷിതാവിങ്കൽ നിന്നുള്ള ദൂതനാകുന്നു. ഹഖീഖുൻ അലാ അല്ലാ അഖൂല അലല്ലാഹി ഇല്ലൽ ഹഖ് ഖദ് ജിഅ്തുകും ബിബയ്യിനതിൻ മിർ റബ്ബികും ഫഅർസിൽ മഅയ ബനീ ഇസ്രായീൽ. അള്ളാഹുവിൻ്റെ പേരിൽ സത്യമല്ലാതൊന്നും പറയാതിരിക്കാൻ കടപ്പെട്ടവനാണ് ഞാൻ. നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അതിനാൽ ഇസ്രായേൽ സന്തതികളെ എന്നോടൊപ്പം അയക്കൂ. ഇസ്രായേൽ എന്നത് യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ നാമമാണ്. അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരകൾക്കാണ് ബനു ഇസ്രായേൽ അഥവാ ഇസ്രായേൽ സന്തതികൾ എന്ന് പറയുന്നത്. യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ മകൻ യൂസുഫ് നബി അലൈഹിസ്സലാം മിസ്റിൽ, അതായത് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായപ്പോൾ പിതാവിനെയും കുടുംബത്തെയും അവിടേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അവരവിടെ അന്തസ്സോടെയും അഭിമാനത്തോടെയും ജീവിതം നയിച്ചു. യൂസുഫ് നബി അലിഹിസ്ലാമയുടെ കാലശേഷം ബനു ഇസ്രായേലിന് ക്ഷതമേറ്റു തുടങ്ങി. അവർ അവിടെ നിന്ദ്യരും നികൃഷ്ടരുമായി മാറുകയായിരുന്നു. ഈജിപ്തിലെ ഭരണാധികാരികൾക്ക് കീഴിൽ അടിമകളെപ്പോലെ ജീവിതം നയിക്കേണ്ടി വന്നു അവർക്ക്. കോപ്റ്റിക് വംശജനായ ഫറോവ ഫിർഔൻ ആണ് അന്ന് ഈജിപ്റ്റ് ഭരിച്ചിരുന്നത്. ഇസ്രായേലിനെ ക്രൂരമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയുമായിരുന്നു ഫിർഔൻ. ഈ സന്ദർഭത്തിലാണ് ഈജിപ്തുകാരെ സത്യമതത്തിലേക്ക് ക്ഷണിക്കുവാനും ബനു ഇസ്രായേലിനെ അവിടെ നിന്നും മോചിപ്പിച്ച് സത്യവിശ്വാസികളും സ്വാതന്ത്ര്യബോധമുള്ളവരുമായ ഒരു ജനതയായി വളർത്തിക്കൊണ്ടുവരുവാനുമായി മൂസാ നബി അലിഹിസ്സലാമയെ അള്ളാഹു അവിടേക്ക് നിയോഗിക്കുന്നത്. മൂസാ നബി അലിഹിസ്സലാമയുടെ ദൗത്യങ്ങളിൽ അതിപ്രധാനമായ ഒന്നായിരുന്നു ഇത്. ഫിർഔൻ ദൈവനിഷേധിയാണെന്ന് മാത്രമല്ല, താൻ തന്നെയാണ് ദൈവം എന്ന് വാദിക്കുന്ന ആൾ കൂടിയാണ്. അയാളുടെ രാജകൊട്ടാരത്തിലേക്കാണ് മൂസാ നബി അലൈഹിസ്സലാം കടന്നു ചെല്ലുന്നത്. ഒപ്പം സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാമയുമുണ്ട്. قال إن كنت جئت بآية فأت بها إن كنت من الصادقين. ഫിർഔൻ പറഞ്ഞു, നീ തെളിവും കൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളതെങ്കിൽ അതിങ്ങ് കൊണ്ടുവാ. നീ സത്യവാന്മാരിൽ പെട്ടവനാണെങ്കിൽ. فألقى عصاه فإذا هي ثعبان مبين. അപ്പോൾ മൂസ തൻ്റെ വടി താഴെയിട്ടു. അപ്പോഴതാ അതൊരു പ്രത്യക്ഷമായ സർപ്പമാകുന്നു. وَنَزَعَ يَدَهُ فَإِذَا هِيَ بَيْضَاءُ لِلنَّاظِرِينَ. അദ്ദേഹം തൻ്റെ കൈ പുറത്തെടുത്ത് കാണിച്ചു. അപ്പോഴതാ നിരീക്ഷിക്കുന്നവർക്കെല്ലാം വെള്ളയായി കാണുന്നു. قال الملأ من قوم فرعون إن هذا لساحر عليم. ഫിർഔന്റെ ജനതയിലെ പ്രമാണിമാർ പറഞ്ഞു, ഇവൻ നല്ല വിവരമുള്ള ജാലവിദ്യക്കാരൻ തന്നെ. യുരീദു അൻ യുഖ്രിജകും മിൻ അർളികും ഫമാദാ തഅ്മുറൂൻ.
നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്നും പുറത്താക്കാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അതിനാൽ നിങ്ങൾക്ക് എന്താണ് നിർദ്ദേശിക്കാനുള്ളത്? അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മൂസ അലൈഹിസ്സലാം ഫിർഔന്റെ രാജസന്നിധിയിൽ എത്തുന്നു. താൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളതെന്നും പീഡിതരായ തൻ്റെ ജനതയെ, അതായത് ബനൂ ഇസ്രായേലിനെ തന്നോടൊപ്പം അയക്കണമെന്നും ഫിർഔനോട് ആവശ്യപ്പെടുന്നു. ദൃഷ്ടാന്തം കാണട്ടെ എന്നായി ഫിർഔൻ. ദൃഷ്ടാന്തം കണ്ടാൽ വിശ്വസിക്കണം എന്ന ഉദ്ദേശമല്ല ഫിർഔനുള്ളത് എന്ന് വ്യക്തം. മൂസാ നബി അലിഹിസ്സലാം കയ്യിലുള്ള വടി താഴേക്കിട്ടു. അതൊരു ഭീകര സർപ്പമായി മാറി. മൂസാ നബി അലിഹിസ്സലാം കുപ്പായത്തിനുള്ളിൽ നിന്നും കൈ പുറത്തെടുത്തു. അപ്പോൾ അത് തിളങ്ങുകയും പ്രകാശിക്കുകയും ചെയ്യുന്നു. രാജസന്നിധിയിലുള്ളവരിലെല്ലാം ഈ കാഴ്ചകൾ ഭയവും ആശ്ചര്യവും ജനിപ്പിച്ചു. അവർ തകൃതിയായി കൂടിയാലോചനകൾ തുടങ്ങി. മൂസയെയും ഹാറൂനെയും പ്രതിരോധിച്ചില്ലെങ്കിൽ ജനങ്ങൾ മുഴുവൻ അവരുടെ പിന്നാലെ കൂടുമെന്നും അവരിൽ വിശ്വസിക്കുമെന്നും മനസ്സിലാക്കിയ രാജാവും പരിവാരങ്ങളും ചില തീരുമാനങ്ങളിലെത്തുന്നു. ആദ്യം മൂസാ നബി അലൈഹിസ്സലാമയെയും ഹാറൂൻ അലൈഹിസ്സലാമയെയും കളവാക്കി ചിത്രീകരിക്കുക. ശേഷം മത്സരവേദി ഒരുക്കി പരാജയപ്പെടുത്തുക. പ്രഗത്ഭരായ മജീഷ്യന്മാരെ കണ്ടെത്തുന്നതിനായി നാടാകെ വിളംബരം ചെയ്തു. കഴിവുറ്റ മാരണവിദ്യക്കാർ കൂട്ടം കൂട്ടമായി രാജാവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേർന്നു. അവർ ഫിർഔനോട് ചോദിച്ചു, തങ്ങൾ വിജയിച്ചാൽ തക്ക പ്രതിഫലം തങ്ങൾക്ക് ലഭിക്കുമല്ലോ അല്ലേ? ആധിപത്യം പോലും നഷ്ടപ്പെട്ടേക്കുമോ എന്ന് ആശങ്കയിലായിരിക്കുന്ന ഫിർഔൻ അവരോട് പറഞ്ഞു, തക്ക പ്രതിഫലം ലഭിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ സാമീപ്യം സിദ്ധിച്ചവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യും നിങ്ങൾ. മത്സരവേദി ഒരുങ്ങിക്കഴിഞ്ഞു. ജനങ്ങൾ കൂട്ടം കൂട്ടമായി തടിച്ചുകൂടി നിൽക്കുന്നു. മജീഷ്യന്മാർ മൂസാ നബി അലിഹിസ്സലാമയെ സമീപിച്ച് ചോദിച്ചു, ആദ്യ പ്രകടനം താങ്കളുടേതോ അതല്ല ഞങ്ങളുടേതോ? ആദ്യ പ്രകടനം കാഴ്ചവെക്കാൻ മൂസാ നബി അലിഹിസ്സലാം അവർക്ക് അനുവാദം നൽകി. അങ്ങനെ ജാലവിദ്യക്കാർ കരുതി വച്ചിരുന്ന വടികളും കയറുകളും താഴേക്കിട്ടു. അപ്പോൾ അവകളെല്ലാം ഇഴഞ്ഞു നടക്കുന്ന പാമ്പുകളായി കാണികൾക്ക് തോന്നി. സർവരും കരഘോഷത്തോടെ പ്രകടനം നോക്കി നിന്നു. മൂസാ നബി അലിഹിസ്സലാമയ്ക്ക് പോലും ഉള്ളിൽ ഭയവും ആശങ്കയും തോന്നി. അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു, ഓ മൂസ, താങ്കളുടെ കയ്യിലുള്ള വടി താഴേക്കിടുക. അദ്ദേഹം വടി താഴേക്കിട്ടു. അതൊരു ഉഗ്ര സർപ്പമായി രൂപം പ്രാപിച്ചു. ജാലവിദ്യക്കാരുടെ പാമ്പുകളെന്ന് തോന്നിച്ചവകളെയെല്ലാം അത് വിഴുങ്ങിക്കളഞ്ഞു. കാണികൾ അത്ഭുത സ്തബ്ധരായി നോക്കി നിൽക്കെ മൂസാ നബി അലിഹിസ്സലാം സർപ്പത്തെ സ്പർശിച്ചു. അപ്പോൾ അത് പൂർവ്വസ്ഥിതിയിലായി. അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്കായി ഈ ചരിത്ര സംഭവം അള്ളാഹു വിവരിച്ചു നൽകുന്നത് കേൾക്കുക. قالوا أرجح وأخاه وأرسل في المدائن حاشرين يأتوك بكل ساحر عليم. അവർ ഫിർഔനോട് പറഞ്ഞു, ഇവനും ഇവന്റെ സഹോദരനും താങ്കൾ കുറച്ച് ഇടം കൊടുക്കുക. നഗരങ്ങളിൽ ചെന്ന് എല്ലാ വിവരമുള്ള ജാലവിദ്യക്കാരെയും താങ്കളുടെ അടുക്കൽ വിളിച്ചു കൂട്ടിക്കൊണ്ടുവരുവാൻ ആളുകളെ അയക്കുകയും ചെയ്യുക. وجاء السحرة فرعون قالوا إن لنا لأجرا إن كنا نحن الغالبين. ജാലവിദ്യക്കാർ ഫിർഔന്റെ അടുത്ത് വന്നു. അവർ പറഞ്ഞു, ഞങ്ങളാണ് ജയിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് നല്ല പ്രതിഫലമുണ്ടായിരിക്കുമെന്ന് തീർച്ചയാണല്ലോ അല്ലേ? ഖാല നഅം വഇന്നകും ലമിനൽ മുഖറബീൻ. ഫിർഔൻ പറഞ്ഞു, അതെ, തീർച്ചയായും നിങ്ങൾ എൻ്റെ അടുക്കൽ സാമീപ്യം നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യും. قالوا يا موسى إما أن تلقي وإما أن نكون نحن الملقين. അവർ പറഞ്ഞു, ഹേ മൂസ, ഒന്നുകിൽ നീ ഇടുക, അല്ലെങ്കിൽ ഞങ്ങളാകാം ഇടുന്നത്. قال ألقوا فلما ألقوا سحروا أعين الناس
أعين الناس واسترهبوهم وجاءوا بسحر عظيم. മൂസ പറഞ്ഞു, നിങ്ങൾ ഇട്ടുകൊള്ളുക. അങ്ങനെ അവർ ഇട്ടപ്പോൾ അവർ ആളുകളുടെ കണ്ണ് കെട്ടുകയും അവർക്ക് ഭയമുണ്ടാക്കുകയും ചെയ്തു. അവർ ഒരു വമ്പിച്ച ജാലവിദ്യയാണ് കൊണ്ടുവന്നത്. وأوحينا إلى موسى أن ألق عصاك فإذا هي تلقف ما يأفكون. മൂസായ്ക്ക് നാം ബോധനം നൽകി, നീ നിന്റെ വടി താഴേക്കിടുക എന്ന്. അപ്പോൾ ആ വടിയത അവർ കൃത്രിമമായി ഉണ്ടാക്കിയതിനെ വിഴുങ്ങുന്നു. فوقع الحق وبطل ما كانوا يعملون. അങ്ങനെ സത്യം സ്ഥിരപ്പെടുകയും അവർ പ്രവർത്തിച്ചിരുന്നതെല്ലാം നിഷ്ഫലമാവുകയും ചെയ്തു. فغلبوا هنالك وانقلبوا صاغرين. അങ്ങനെ അവിടെ വെച്ച് അവർ പരാജയപ്പെടുകയും അവർ നിസ്സാരന്മാരായി മാറുകയും ചെയ്തു. وألقي السحرة ساجدين. അവർ, അതായത് ആ ജാലവിദ്യക്കാർ, സാഷ്ടാംഗം ചെയ്യുന്നവരായി വീഴുകയും ചെയ്തു. قالوا آمنا برب العالمين رب موسى وهارون. അവർ പറഞ്ഞു, ലോകരക്ഷിതാവിൽ, മൂസയുടെയും ഹാറൂന്റെയും രക്ഷിതാവിൽ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. സത്യം സകല കുതന്ത്രങ്ങളെയും അതിജയിക്കുകയും അസത്യം ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. തങ്ങളുടെ കൈവശമുള്ളത് കേവലം ജാലവിദ്യ മാത്രമാണെന്നും മൂസയിലൂടെ പ്രകടമായത് വ്യക്തമായ ദൈവീക ദൃഷ്ടാന്തമാണെന്നും മാന്ത്രികർ മനസ്സിലാക്കി. അദ്ദേഹം പ്രപഞ്ചനാഥനിൽ നിന്നുള്ള സത്യപ്രവാചകനാണെന്ന് ബോധ്യമായതോടെ ആരുടെയും പ്രേരണയില്ലാതെ അവർ സാഷ്ടാംഗം പ്രണമിക്കുകയും മൂസയുടെയും ഹാറൂന്റെയും നാഥനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയുമാണുണ്ടായത്. ആഭിചാരകരുടെ പ്രവൃത്തികൾ തന്നെ വിജയത്തിൻ്റെ കൊടുമുടിയിൽ എത്തിക്കുമെന്ന് സ്വപ്നം കണ്ട ഫിർഔന്റെ തുടർ ചെയ്തികൾ, പ്രവൃത്തികൾ തുടർന്നു വരുന്ന വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സൂറത്തുൽ അറാഫ് 100 മുതൽ 122 വരെ വചനങ്ങളാണ് നാം മനസ്സിലാക്കിയത്. 123 മുതൽ ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.